ലോകത്ത് നമ്മൾ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്? നിങ്ങൾ അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ചർച്ച ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ടോ? ആരാ അള്ളാഹ്? ആരാ അള്ളാഹ്? അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും. ഖുർആനിലെ 30-ാം അധ്യായം 40-ാമത്തെ വചനം. അതിന് അർത്ഥം എന്താണെന്നറിയോ? അല്ലാഹു. ആരാ അല്ലാഹു? അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്? ഖലഖകും, നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചവൻ. ഹിന്ദുവിനെ, മുസ്ലിമിനെ, ക്രിസ്ത്യാനിയെ, ജൈനനെ, ബൗദ്ധനെ, എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചവനാണ് അല്ലാഹ്. കണ്ടോ? അതാ മുഹമ്മദ് നബി ആരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇല്ല. അതുകൊണ്ട് മുഹമ്മദ് നബി അള്ളയല്ല. അതാണ് പ്രശ്നം. മുഹമ്മദ് നബി അള്ളയല്ല, മൊയ്തീൻ ഷെയ്ഖ് അള്ളയല്ല, അബൂബക്കർ സിദ്ദീഖ്, ഉമറും ഉസ്മാനും അള്ളയല്ല. അള്ളാന്റെ അടിമകളാണ്. അള്ളാന്റെ അടിമകളെ അള്ളാഹുവിലേക്ക് ഉയർത്തി ഭയപ്പെടുന്നവരുണ്ട്. അതാണ് യേശുക്രിസ്തുവിനെ ഭയപ്പെടണം എന്ന് പറയുന്നത്. പേടിക്കണ്ട, ഭയപ്പെടണ്ട, യേശുക്രിസ്തു കൂടെയുണ്ട്. ഏറ്റവും അത്ഭുതം എന്താണ്? യേശുക്രിസ്തുവിനെ കുരിശിലേറ്റാൻ വന്നപ്പോ യേശുക്രിസ്തുവിനെ രക്ഷിക്കാൻ പറ്റിയോ? ഇല്ലാന്നല്ലേ ക്രിസ്ത്യാനികൾ പറയുന്നത്. അതായത് ആളുകൾ ചിന്തിക്കൂല. അച്ഛനെ പിച്ചാത്തി കൊണ്ട് കുത്തി, ആ പിച്ചാത്തി തടുക്കാൻ പറ്റാതെ അച്ഛൻ മരിച്ചു. എന്നിട്ട് മകൻ പറയണെന്ത്? AK-47 കൊണ്ട് എന്നെ കൊല്ലാൻ വരുമ്പോ അച്ഛനെ വിളിച്ച് രക്ഷ തേടിയാതി. മനസ്സിലായില്ലല്ലേ? മനസ്സിലാക്കി തരാൻ. അതായത് നിങ്ങൾ നല്ലോണം ആലോചിക്കും. അച്ഛനെ കത്തിയോണ്ട് കുത്തിയപ്പോ മരിച്ചു ഏതാ അച്ഛൻ. ആ അച്ഛനെ AK-47 പിടിച്ചിക്ക ഒരുത്തൻ മോനെ കൊല്ലാൻ പറയാ, അച്ഛാ രക്ഷിക്കണേ. കത്തിയോണ്ട് കുത്തിയിട്ട് തടുക്കാനാകാത്ത അച്ഛനാണ് AK-47 കൊണ്ട് കൊല്ലാൻ ശ്രമിക്കുമ്പോ തടുക്കാൻ കഴിയാ. ഞാൻ ലളിതമായി പറയാം. ഓമാനൂർ ശ്രോതാക്കൾ എന്നൊരു ശ്രോതാക്കളുടെ ഞങ്ങളുടെ നാട്ടില് മലപ്പുറം ജില്ലയില് കൊണ്ടോട്ടിക്കടുത്ത് എടവണ്ണപ്പാറയുടെ ഇടയിൽ ഓമാനൂർ ശ്രോതാക്കൾ. ആ ഓമാനൂർ ശ്രോതാക്കളെ രക്ഷകരായി സ്വീകരിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. അപകടങ്ങളൊക്കെ വരുമ്പോ ഓമാനൂർ ശ്രോതാക്കളെ കാക്കണേ. ഈ ഓമാനൂർ ശ്രോതാക്കൾ എങ്ങനെ മരിച്ചതാ? ആ നാട്ടിലെ അമുസ്ലിങ്ങൾ കീറിയിട്ട വിറകില്ലേ, ഹോട്ടലിന്റെ ഫ്രണ്ടിലൊക്കെ കീറിയിട്ട വിറക് കണ്ടില്ലേ നിങ്ങള്? അങ്ങനത്തെ ഒരു വിറകിന്റെ തടിയോണ്ട് തലക്കടിച്ചപ്പോ മരിച്ചുപോയവരാണ് ആര്? ഓമാനൂർ ശ്രോതാക്കള്. വിറക് തടുക്കാൻ പറ്റാതെ മരിച്ചുപോയ ആളുകളാണ് ആര്? ഓമാനൂർ ശ്രോതാക്കള്. ആ ശ്രോതാക്കളെ രക്ഷിക്കണേന്നാ മറ്റോനെ AK-47 ഏറ്റു വരുമ്പോ പറയണെങ്കിൽ ഓനെപ്പോലൊരു വിവരദോഷി ഈ ഭൂമുഖത്തുണ്ടോ? ഇത് നിങ്ങളോട് പറയാൻ. നേരെ മറിച്ച് ഭയപ്പെടേണ്ട, നാഥൻ കൂടെയുണ്ട്. ഏത് നാഥൻ? ലോകത്തിന്റെ നാഥൻ, സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്ന ലോകത്തിന്റെ നാഥൻ. ആ നാഥനെ കുറിച്ച് അവിടെ പറയുന്നത്. ആ നാഥനെ കുറിച്ച് ആ ചർച്ച. ഒന്നുകൂടെ ക്ലിയറായി പറയാ. ഹിന്ദുവിന് വേറൊരു ദൈവമില്ല. അത് നിങ്ങൾ വെറുതെ വിചാരിച്ചതാ. ശ്രീരാമനും ശ്രീകൃഷ്ണനും ദൈവ നിങ്ങൾ വെറുതെ വിചാരിച്ച അല്ല. യേശുക്രിസ്തു ദൈവ, അത് നിങ്ങൾ വെറുതെ വിചാരിച്ചതാ. മൊയ്തീൻ ഷെയ്ഖ് രക്ഷകന, അത് നിങ്ങൾ വെറുതെ വിചാരിച്ച. മുഹമ്മദ് നബി രക്ഷിക്കും, അത് നിങ്ങൾ വെറുതെ വിചാരിച്ച. അപ്പൊ 3 പ്രബല മതത്തിന്റെ ആളുകളും വെറുതെ വിചാരിക്കുക. സത്യമല്ലാതെ നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുന്നത് ആരാന്നറിയോ നിങ്ങള്? അതറിയോ? അതാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് പറയാൻ ഞാൻ എളുപ്പത്തിൽ വിഷയത്തിലേക്ക് വരാം. ഇപ്പൊ നമ്മൾ സാധാരണ ബസ്സിലൊക്കെ കയറിയല്ലേ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ബസ്സിലൊക്കെ കയറിയ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ത്? പിശാരിക്കാവിലെ അമ്മ. ഈ വാഹനത്തിന്റെ ഐശ്വര്യം കണ്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് അല്ലെ? ഭയപ്പെടേണ്ട, യേശുക്രിസ്തു കൂടെയുണ്ട് അല്ലേ? ഇപ്പൊ ഞാന് പാലക്കാട് നാട്ടുകല്ല് എന്ന് പറഞ്ഞിട്ടൊരു കല്ലിനെ പൂജിക്കുന്നുണ്ട് മുസ്ലിങ്ങള്. കരിങ്കല്ലിനെ, പച്ചക്കല്ല്. പച്ചക്കല്ലിനെ ആരാധിക്കുക മുസ്ലിങ്ങള്. ഹൈന്ദവരല്ല, ക്രൈസ്തവരല്ല, മുസ്ലിങ്ങള്. പാലക്കാട്ടെ മുസ്ലിങ്ങൾ. അവിടെ വരുന്ന കുറെ ആളുകൾ പച്ചക്കല്ലിനെ, ഒരു കരിങ്കല്ല് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുത്തനെ, ആ കല്ലിനെ ആരാധിക്കുക. കല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റിക്കൊണ്ട് അടിച്ചാ പൊട്ടണേ, തുളയിട്ടിട്ട് അതിൽ ആസിഡ് ഒഴിച്ചാ പൊട്ടി നുറുങ്ങുന്നേ. ആ കല്ലിനെ ആരാധിക്കുക. മനസ്സിലായി നിങ്ങൾക്ക്? കല്ലിനെ ആരാധിക്കുന്ന ഹൈന്ദവരുണ്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ചിലപ്പോ ബേജാറൊന്നും ആവില്ല. പക്ഷെ മുസ്ലിങ്ങൾ ഉണ്ടെന്ന് കേട്ടാലോ, പച്ചക്കല്ലിനെ കുത്തനെ നിർത്തിയിട്ട് ആരാധിക്കുന്ന കാന്തപുര ഉസ്താദിന്റെ സമൂഹം. ക്ലിയർ ആകാൻ വേണ്ടിയാണ് പറയുന്നത്. ആരാ നിങ്ങൾക്ക് സംശയിച്ച് ടെൻഷൻ അടിക്കണ്ട. പിന്നെ എന്നെ വിളിക്കാൻ ഒരു കോള് പോക്കണ്ട. അതിനാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സമൂഹം പച്ചക്കരിങ്കല്ലിനെ ആരാധിക്കുന്ന. പച്ചക്കരിങ്കല്ല്. ഹിന്ദുക്കൾ പോലും കല്ലിനെ ആരാധിക്കുന്നില്ല. ഇല്ല, ഹിന്ദുക്കൾ പോലും കല്ലിനെ ആരാധിക്കുന്നില്ല. ഇല്ല സുഹൃത്തുക്കളെ, ഒരു ജനതയോട് നമ്മൾ വെറുതെ അനീതി പറയരുത്. ഒരൊറ്റ ഹിന്ദുവും കല്ലിനെ ആരാധിക്കുന്നില്ല. ഇല്ല, അതൊരു നുണയാ, കളവാ. ഹിന്ദു ആരാധിക്കുന്നത് കല്ലിൽ പ്രതിദാനം ചെയ്യുന്ന മഹാനെയാണ്. ഉണ്ടാക്കിച്ച പ്രതിമ ഉണ്ടല്ലോ, അതൊരു മഹാന്റെതാ. അല്ലാതെ വെറുതെ
നിങ്ങൾ ആരെയും കണ്ടോ പാറക്കോറി പറ്റി വെറുതെ ഒരു കല്ല്, ആ കല്ല് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ലോറിയിൽ ഇറക്കിയിട്ട് ആ കല്ലാടെ വെച്ചിട്ട് ആരാധിക്കുന്ന ഒരു ഹിന്ദുവിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഉണ്ടോ? ഉണ്ടോ? അങ്ങനത്തെ ഒരു കല്ല് നോക്ക് മക്കളെ. ഭൂമിയിൽ കല്ലുള്ള ഒരുപാട് സ്ഥലല്ലേ, അതിലൊരു കരിങ്കല്ല് കുത്തനെ നിൽക്കും. ആ കല്ലിന്റെ അടുത്ത് ആ കല്ലിനെ ആരാധിക്കുന്ന മുസ്ലിങ്ങള്, കാന്തപുര ഉസ്താദിന്റെ ടീം. മനസ്സിലായി നിങ്ങൾക്ക്? അങ്ങനത്തെ ഒരു ഭയാനകരമായ അവസ്ഥ ഈ ഭൂമുഖത്ത് നിലക്കുക. അവിടെ നിങ്ങളോട് പറയുന്നത് എന്ത്? അവിടെ എഴുതി വെച്ചൊരു വാചകാണ്. എന്തെന്നറിയോ നിങ്ങള്? മൊയ്തീൻ ഷേഖ് ഞങ്ങളുടെ രക്ഷകൻ. ഒരു പോസ്റ്ററിൽ ഈ അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെട്ടാണ്. എന്തൊരു ദുരന്തമാണ്, എന്തൊരു ദുരന്തമാണ്. ആലോചിച്ച് നോക്കി നിങ്ങള്. ഞാൻ ഒരു കാര്യങ്ങളോട് പറയാം. പിശാരിക്കാവിലമ്മ ഈ വാഹനത്തിന്റെ ഐശ്വര്യം എന്ന് പറയുമ്പോ ബാക്കി വാഹനമൊക്കെ പുറമ്പോക്ക. അല്ല, ആലോചിച്ചു. ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് എഴുതി വെച്ച വാഹനത്തിന്റെ ഐശ്വര്യം. അപ്പൊ ബാക്കി വാഹനത്തിന് ഐശ്വര്യം നൽകുന്നത് ആരാ? യേശുക്രിസ്തു ഈ വീടിന്റെ രക്ഷകൻ. അപ്പൊ ആ നാട്ടിലെ ലക്ഷോപലക്ഷം വീട് രക്ഷപ്പെടുത്തുന്ന ആരാ? അതല്ലേ വർഗീയത? നമ്മൾ പറയുന്നത് എന്തറിയോ? ഇവിടുത്തെ കറുത്ത ബെൽറ്റ് പള്ളമ കെട്ടിയാലും കറുത്ത ബെൽറ്റ് തുണിമ കെട്ടിയാലും, മൊയ്ലിയാര് തുണിമ കെട്ടിയാള്, ബെൽറ്റ് പള്ളമ കെട്ടിയാള് ക്രിസ്ത്യാനി. അത്ര വ്യത്യാസമേ ഒലമ്മിലുള്ളൂ. ഒലമ്മിൽ ഒരു ബെൽറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. ബെൽറ്റ് കറുത്തത് തുണിമ കെട്ടിയാലും മൊയ്ലിയാര്, ജുബന്റെ മേലെ കെട്ടിയാല് പള്ളിയിലച്ഛൻ. രണ്ടുപേരുടെയും വിശ്വാസം ഒന്ന്. എന്താ വിശ്വാസം? അല്ലാത്തവരെ ആരാധിക്കുക, സൃഷ്ടികളെ ആരാധിക്കുക. സത്യല്ലേ? സത്യല്ലേ? അതൊരു പച്ച സത്യല്ലേ? അവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആളുകൾ എന്ത് പറയുന്നറിയോ? അമ്മേ മഹാമായേ രക്ഷിക്കണേ, പിശാരിക്കാവിലമ്മേ കാത്തോളണേ. ഈ അമ്മ വിചാരിക്കണ എന്താണ്? പിശാരിക്കാവിലമ്മ എന്നെ കാക്കണെന്ന്. പിശാരിക്കാവിലെ അമ്മനെ പോലും പിശാരിക്കാവിലെ അമ്മ കാത്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ കേൾക്കണ്ടത്? അവിടെയാണ് ഞാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, ക്രൈസ്തവരെ, മുസ്ലിങ്ങളെ, നമ്മുടെ ഒക്കെ രക്ഷകൻ ഒന്നാണ്, ഒരൊറ്റ ആളാണ്. അത് ഈ ലോകത്തിന്റെ നാഥനാണ്, ഈ അണ്ടകടാഹത്തിന്റെ നിയന്താവാണ്. അവനെ നമ്മളെ രക്ഷിക്കുന്നത്, അവനാ നമ്മുടെ രക്ഷകൻ, നമ്മുടെ എല്ലാവരുടെയും. അത് നരേന്ദ്രമോദിയുടെ രക്ഷകനും, ലാൽ കൃഷ്ണ അദ്വാനിയുടെ രക്ഷകനും, വിനയ് കത്യാറിന്റെ രക്ഷകനും, ട്രംപിന്റെ രക്ഷകനും, ഏരിയൽ ഷാരോന്റെ രക്ഷകനും എല്ലാം അവൻ തന്നെ. ഹിറ്റ്ലറിനെയും മുസോളിനിയെയും ഡെമോസ്തനീസിനെയും അലക്സാണ്ടറിനെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും വല്ലഭായി പട്ടേലിനെയും ഗാന്ധിജിയെയും മൂഞ്ചയെയും അതുപോലെ ഹെഡ്ഗേവാറിനെയും ഗുരുജി ഗോൾവാൾക്കറിനെയും എല്ലാം സൃഷ്ടിച്ച ആ പടച്ചോനാണ്. ആദൻ നബിയെയും അവ്വാ ബീവിയെയും നോഹ പ്രവാചകനെയും ഹാറൂനെയും കാമാനെയും എല്ലാം സൃഷ്ടിച്ചത്, നമ്രൂദിനെയും ഫിറൌനിനെയും മൂസാ നബിയെയും ഒക്കെ സൃഷ്ടിച്ചത് ആ നാഥനാണ്. ആ നാഥനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഭയപ്പെടണ്ട, നാഥൻ കൂടെയുണ്ട്. മനസ്സിലായോ?